നല്ല നാട്ടിലത്തെ കറിയൊക്കെ ഉണ്ടാക്കി അടിച്ച് പൊളിച്ച് കഞ്ഞി കുടിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. നാട്ടിലത്തെ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും പൊളിയല്ല. അച്ചാറൊക്കെ തൊട്ട് കൂട്ടി കഞ്ഞി കുടിക്കുമ്പോൾ ഉള്ള ഒരു സുഖം പറഞ്ഞുള്ള കഴിഞ്ഞാലില്ല. പൊളി. പൊളിയേ പൊളിയേ പൊളിയേ. ഇന്നൊരു പെട്ടെന്നുള്ളൊരു കുക്കിംഗ് ആണ് കേട്ടോ. ഒരു എന്താ പറയുക, ഫാസ്റ്റായിട്ടൊരു കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ട്. ബീഫ് കറിവെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരിക്കുന്നത്. എന്നാലും ഓൺ ദ വേയിൽ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ജോലിയുള്ള സമയത്തൊന്നും നടക്കത്തില്ല. തന്നെയല്ല, എനിക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, ഭയങ്കര റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പടി ചുമ പിടിച്ച് ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ചുമയൊക്കെ പിടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊന്ന് എണീച്ചത് ഡ്യൂട്ടിക്കൊക്കെ പോയി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുള്ളതുകൊണ്ടാണ് വീഡിയോസ് മുതൽ അധികമായിട്ട് ഇടാതിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും എന്താ പറയുന്നത്, സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ദിസ് ഇസ് ജാസ്മിൻ വോയിസ് ഫ്രം ഡബിൾ പള്ളു വേൾഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് കുറച്ച് രാവിലെ ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷം വന്നിട്ട് ചിക്കൻ കറി ബീഫ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. വൈകിട്ട് കൊണ്ടുപോകണം. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എളുപ്പത്തിലൊരു ബീഫ് കറി ഉണ്ടാക്കണം. അത് ഒരു എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടുള്ള കുക്കിങ്ങിലൊക്കെ ഞാൻ കിടക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കി ടേസ്റ്റ് മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറച്ച് ചോറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ ആദ്യം അടുപ്പത്തിട്ടു. കുറച്ച് ഉണ്ടാക്കണുള്ളൂ, അത്യാവശ്യം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ബീഫ് ഉണ്ടാക്കാനുള്ള അത്യാവശ്യം ഞാൻ അരിയേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബീഫ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മെയിനായിട്ട് ഞാൻ അത്യാവശ്യം സവോളയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഉണ്ട്, ഇപ്രാവശ്യം കറിവേപ്പില ഇടണം. പിന്നെ മല്ലിയിലേക്ക് ഇടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടാം കേട്ടോ.
ഇപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കഞ്ഞിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഞ്ഞി ഒന്ന് വാർത്തിട്ട് സെറ്റപ്പാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്കുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട്, പൊടി വർഗ്ഗങ്ങളൊക്കെ. അതിനുശേഷം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. ഇത് നമ്മുടെ ബീഫ് ഗ്രേവിയുടെ ഗ്രാനുവൽസ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിൽ ചേർക്കാൻ പോകുന്ന ഒരു ഭാഗമായിട്ട്. അപ്പം നമ്മളതിനകത്തേക്ക് ബീഫ് ഗ്രാനുവൽസിനുള്ളിലേക്ക് നമുക്ക് ഹോട്ട് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ഗ്രേവി പോലെ നമുക്കത് കിട്ടും. ഇച്ചിരി വെള്ളം കൂട്ടി നമുക്ക് ആഡ് ചെയ്യാം. നല്ല അധികം ഗ്രേവി ആയിക്കോളും. അപ്പം നമ്മുടെ പൊടി ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഞാനും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇച്ചിരി കൂടെ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഗ്രേവി നമുക്ക് നാട്ടിൽ കിട്ടുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ബീഫി കൈൻഡ് ഓഫ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ചൂടോളം വെച്ച് നന്നായിട്ട് അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കട്ടയൊക്കെ മാറിയിട്ട് നല്ല അടിപൊളി ഗ്രേവി കിട്ടും. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. സാധാരണ നമ്മൾ സ്റ്റേക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രേവി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കുഞ്ഞുപൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഗ്രേവി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി അത്യാവശ്യം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തന്നെ അതിൻ്റെ കളർ മാറിക്കോളൂ കേട്ടോ. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഡൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് അധികം കുറച്ച് മഞ്ഞളും അത്യാവശ്യം കാര്യങ്ങളെല്ലാം പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ ഇച്ചിരി എന്താ പറയുക, നമ്മുടെ മല്ലിയില സമൃദ്ധമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാലൊക്കെ വേണമെങ്കിൽ പാലൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇച്ചിരി കൂടെ വിപുലമാണ്. ഇപ്പോൾ കറിയുടെ കളറൊന്നും മാറിയിട്ടുണ്ട്, കാരണം ഞാൻ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക്. പാലും കൂടെ ചേർത്ത് നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കൊറിയാണ്ടറിലെ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഷ്റൂം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ലാസ്റ്റാണ് ചേർക്കുന്നത്. കറിയൊക്കെ അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇച്ചിരി മഷ്റൂമും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് ലാസ്റ്റാണ് ചേർക്കുന്നത്, കാരണം വേവത്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നല്ല വേവാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വെന്തായിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ആ ഒരു മഷ്റൂമും കൂടെ ഒന്ന് വെന്ത് വന്ന് തക്കാളിയൊക്കെ എല്ലാം കൂടെ ഒന്ന് വെന്തലിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. പക്ഷേ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ നോക്കണേ. അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് പാത്രത്തിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാൻ പോവാണ്. വളരെ നന്നായിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള റെസിപ്പിയൊന്നുമല്ല. നമ്മുടെ നാട്ടിലത്തെ മസാലകൾ ഏറ്റവും കുറച്ച് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അതുപോലെ മഷ്റൂമിൻ്റെ ആ ഒരു വെറൈറ്റിയും കൂടെ വന്നു കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ നല്ലൊരു ഇതാവും. അതുപോലെ തന്നെ നമ്മുടെ ആ ബീഫിൻ്റെ ഞാൻ പറഞ്ഞില്ല ഗ്രാനുവൽസ്, ഗ്രേവി ഗ്രാനുവൽസ്, അതും കൂടെ ഇടുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് നാനിൻ്റെ കൂടെയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല എളുപ്പമാണ്. ഒത്തിരി താമസമൊന്നുമില്ല. കറി ഉണ്ടാക്കാൻ ഒത്തിരി താമസമോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു റെസിപ്പിയാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വേറെ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോസ് നമുക്ക് ഇടാനായിട്ട് സാധിച്ചില്ല, കാരണം തിരക്കും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കും. എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. നല്ല ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി നമ്മളെ എന്താ പറയുക നാട്ടിലത്തെ തീരെ പറ്റിക്കുന്ന മീനുണ്ടല്ലോ, ആ മീൻ വെച്ചിട്ടുള്ള കറിയാണ് കുപ്പിക്കാതിരിക്കണേ. അതുപോലെ തന്നെ മദേഴ്സിൻ്റെ ചാറും ഉണ്ട് കേട്ടോ. കൂട്ടി അടിച്ച് പൊളിച്ച് തിന്നാൻ പോവാണേ. നാട്ടിലത്തെ കറിയൊക്കെ ഉണ്ടാക്കി അടിച്ച് പൊളിച്ച് കഞ്ഞി കുടിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. നാട്ടിലത്തെ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും പൊളിയല്ല. അച്ചാറൊക്കെ തൊട്ട് കൂട്ടി കഞ്ഞി കുടിക്കുമ്പോൾ ഉള്ള ഒരു സുഖം പറഞ്ഞു കഴിഞ്ഞാൽ പൊളി. പൊളിയെ പൊളിയെ പൊളിയെ